ചേട്ടാ, കേരളത്തെ ഞെട്ടിച്ച ഒരു ജയിൽ ചാട്ടം. അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ന് പുലർച്ചെ 1:15 കേരളത്തിലാകെ കുപ്രസിദ്ധി ആർജിച്ച ഒരു കേസിലെ പ്രധാന പ്രതി ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയിരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഒരു സിനിമാ കഥ പോലെ ഇയാളെ പോലീസ് വലയിലാക്കുന്നു, പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് കണ്ണൂരിൽ സംഭവിക്കുന്നത്? കണ്ണൂർ സെൻട്രൽ ജയിൽ നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങൾ കുപ്രസിദ്ധിയുള്ള ഒരു ജയിലാണ്. ഇതിനകത്തെ കഞ്ചാവ് എറിഞ്ഞു കൊടുത്ത പഴയ കേസുണ്ട്. കഞ്ചാവ് പൊതിയിലാക്കി എറിഞ്ഞു കൊടുത്ത കേസുകൾ പഴയതുണ്ട്. ഫോൺ ഉപയോഗം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. പക്ഷേ അതീവ സുരക്ഷാ ജയിലെന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനെ അറിയപ്പെടുന്നത്. ഏറ്റവും സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അറിയപ്പെടാറുള്ളത്. കാരണം 24 മണിക്കൂറും അതിൻ്റെ ചുറ്റുപാടും പോലീസുണ്ട്. അതായത് ജയിൽ വാർഡന്മാർ മാത്രമല്ല, പോലീസിൻ്റെ വലയം 24 മണിക്കൂറും ഈ ജയിലിൻ്റെ പരിസരത്ത് ഉണ്ട്. അത്തരത്തിലൊരു ജയിലാണിത്. അപ്പോൾ അവിടെ നിന്നാണ് ചാർലി തോമസ് എന്ന് പറയുന്ന ഗോവിന്ദച്ചാമി ചാടിപ്പോയിരിക്കുന്നത്. ഗോവിന്ദച്ചാമി ചാടിയിരിക്കുന്നത് പുലർച്ചെ 1:15. അങ്ങനെയാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് വരുന്ന ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട്. സമയം അവരതിനെ മായ്ക്കാൻ വേണ്ടി പുലർച്ചെയാണ്, നേരം വെളുത്തിട്ടാണ് ചാടിയെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ആയിരിക്കില്ല, രാത്രിയിൽ തന്നെ ചാടാനുള്ള സാധ്യതയാണ് കാണുന്നത്. സെല്ലിൻ്റെ കമ്പി കട്ട് ചെയ്യുക, അതെങ്ങനെ കട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പെട്ടെന്നൊരാൾ ഒരു ദിവസം രാത്രിയിൽ മൊത്തം ഇരുന്ന് ഇത് കട്ട് ചെയ്ത് മാറ്റുക, അയാൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന രീതിയിൽ. എനിക്ക് തോന്നുന്നു ഒരു 2 കമ്പിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമിക്ക് കടക്കാൻ സാധിക്കും. ഫോട്ടോയിൽ കാണുന്നത് കുറച്ച് ക്ഷീണിതനായിട്ടാണ് ഫോട്ടോയിൽ കാണുന്നത്. അതെ അതെ. അപ്പോൾ അയാൾക്ക് 100 ഇറങ്ങാനുള്ള എളുപ്പ വഴി 2 കമ്പിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. പക്ഷേ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ ഈ ആയുധം ഉള്ളിലേക്ക് വന്നു? ഗോവിന്ദച്ചാമി ഒന്നും പിടിച്ചാൽ സെല്ലിൻ്റെ കമ്പി പൊട്ടില്ല. സെല്ലിൻ്റെ കമ്പിയൊന്നും അങ്ങനൊന്നും പൊളിച്ചുകൊണ്ട് പോക്ക് എന്ന് പറയുന്നത് എളുപ്പ കാര്യമല്ല. ഇത് ദിവസങ്ങളോളം ഇരുന്ന് ഇത് കുറേശ്ശെ കട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. കിട്ടുന്ന സമയത്തൊക്കെ ഇത് അറക്കുക എന്നുള്ളത് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഇയാൾ ചാടിക്കടക്കാൻ വേണ്ടി ഈ ജയിലിൻ്റെ ഈ മതിലിൽ ഇയാൾ എങ്ങനെ തുണി എറിഞ്ഞ് പിടിച്ചു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പിന്നെ ഇലക്ട്രിക് ഫെൻസിങ് അതെന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല? ഇതിൻ്റെ മേളിൽ ഫെൻസിങ് ഉണ്ട്. ചാടാൻ എങ്ങനെ ശ്രമിച്ചാലും ഫെൻസിങ് അടിച്ച് പ്രവാഹമുള്ള അത് തട്ടി തറയിലിട്ട് കളയും. ഇത്രയും സുരക്ഷിതമായിട്ടുള്ളൊരു കേന്ദ്രത്തിൽ നിന്നാണ് ഇയാൾ രാത്രി 1:15 ചാടുന്നത്. 1:15 ഇയാൾ ചാടിയ ശേഷം രാവിലെ 7 മണിയോടെയാണ് ഈ വിവരം പോലീസിലേക്ക് എത്തുന്നത്. കണ്ണൂർ സിറ്റി പോലീസിലേക്ക്, കണ്ണൂർ ടൗൺ പോലീസാണ് അവിടെ അടുത്തുള്ളത്. അപ്പോൾ ടൗൺ പോലീസിലേക്ക് ഈ വിവരം എത്തുന്നത് 7 മണിക്ക്. ജയിൽ ഉദ്യോഗസ്ഥർ ആയതാണ്ട് 6 മണിക്കൂർ ഇത് അറിഞ്ഞില്ല, ഈ സംഭവം അറിഞ്ഞില്ല. ഇത്രയും വലിയൊരു പ്രതി ചാടിപ്പോയി എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച. അപ്പോൾ ഇതിനിടയിൽ വിനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ തളാപ്പിലാണ് അയാളുടെ ഓഫീസ്. അപ്പോൾ തളാപ്പിലേക്ക് പോകുന്നതിനിടെ ഇയാൾ നടന്നു പോകുന്നു. അപ്പോൾ ഗോവിന്ദച്ചാമി നടന്നു പോകുന്നത്, ഗോവിന്ദച്ചാമിയുടെ കയ്യിലൊരു ഭാണ്ഡക്കെട്ട്, ഈ ഭാണ്ഡക്കെട്ട് അയാൾ തലയിൽ വെച്ചിരിക്കുകയാണ്. ഈ ഭാണ്ഡക്കെട്ടിന് അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇയാളുടെ കൈ അറിയാമല്ലോ, ഒരു കൈ അയാൾക്ക് കട്ട് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ കൈ ഇതിൽ മറച്ചു വെച്ച് പോകുന്നതിനിടെ ഈ വിനോജ് കാണുന്നു. വിനോജും ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു തൊഴിലാളിയും കൂടി ഇയാളെ ഫോളോ ചെയ്യുന്നു. തുടർന്ന് ഇയാൾ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. ഒടുവിൽ തളാപ്പിലെ ഒരു സർക്കാർ കെട്ടിടത്തിൻ്റെ കിണറ്റിലേക്ക് പോലീസ് എത്തുന്നതോടുകൂടി ഇയാൾ ചാടുന്നു. അവിടുന്നാണ് പോലീസ് ഇയാളെ പിടികൂടുകയും ഇപ്പോൾ മെഡിക്കൽ എടുപ്പിക്കുകയും ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അതിന് ശേഷം FIR ഇട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. പോലീസ് ട്രെയിനിങ് സെൻ്ററിലാണെന്നാണ് അറിയുന്നത്. ചോദ്യം ചെയ്യുകയാണ്, എങ്ങനെ ചാടി എന്നുള്ളതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. അത് കൃത്യമായി ചോദ്യം ചെയ്ത് ഇവർക്ക് മനസ്സിലാവണമല്ലോ എങ്ങനെയാണ് ഇതിന് ആസൂത്രണം ചെയ്തത് എന്നുള്ളത്. നമ്മൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കിടക്കുന്ന ചില പ്രതികളാണ് ആ ജയിൽ ഭരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ വലിയ ആരോപണങ്ങൾ വന്നിട്ടുള്ളതാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് ചില പ്രതികളാണെന്നും അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ആരോപണങ്ങളുമൊക്കെ പലതവണ ഉയർന്നു വന്നിട്ടുള്ള ഒന്നാണ്. അവിടെ നിന്നാണ് ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു പ്രതി, അതും ഒരു റിപ്പീറ്റഡ് സെക്ഷൽ ഒഫൻഡറാണ് ഈ ഗോവിന്ദച്ചാമി. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ചാടിപ്പോകുന്നത്. ഇയാൾക്കെതിരെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ പറയുന്ന കൊലപാതകത്തിന് ശേഷം ഇയാളെ പിടികൂടി ഇയാളുടെ ഹിസ്റ്ററി അന്വേഷിച്ചപ്പോൾ ഇയാൾക്കെതിരെ തമിഴ്നാട്ടിൽ മാത്രം 14 കേസുകളുണ്ട്. എല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ്, സെക്ഷൽ ഒഫൻസാണ്.
ഉണ്ടായിരിക്കുന്നത്. സെക്ഷൽ അസോൾട്ടുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടിരിക്കുന്നത്. അയാൾക്കെതിരെ കടലൂരിൽ മാത്രം 3 കേസുണ്ട്. സമത്വപുരം എന്ന സ്ഥലത്താണ് ഇയാളുടെ സ്വദേശം എന്നുള്ളതാണ് പോലീസ് രേഖകളിൽ ഉള്ളത്. മറ്റുള്ള വേറെയും വിവരങ്ങൾ അന്ന് പല വിവരങ്ങളും വന്നിരുന്നു. ഇപ്പോൾ പോലീസ് രേഖകളിലുള്ള സമത്വപുരം എന്ന തമിഴ്നാട്ടിലെ സ്ഥലത്താണ് ഇയാളുടെ സ്വദേശമെന്ന് പറയുന്നു. ഇയാളൊരു ഭിക്ഷാടകനായിട്ടാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ഈ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ കഴിയുകയായിരുന്നു. അതിനിടെയാണ് ഇയാളെ ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെടുന്നത്. 2011 ഫെബ്രുവരി 1-ാം തീയതി വൈകിട്ട് 7 മണിക്ക് എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിൻ, ആ പാസഞ്ചർ ട്രെയിനിൻ്റെ ഏറ്റവും അവസാനത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള ബോഗി, അത് വനിതാ കമ്പാർട്ട്മെൻറ്റ്. ആ വനിതാ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും സൗമ്യ എന്ന് പറയുന്ന യുവതിയെ വള്ളത്തോൾ നഗറിന് അടുത്തെത്തിയപ്പോൾ ട്രാക്കിലേക്ക് വലിച്ചെറിയുകയും അവിടെ നിന്നും കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ആ കുട്ടിയുടെ മരണം സംഭവിക്കുന്നു. 5 ദിവസത്തിനപ്പുറം ഇയാളെ പിടികൂടുന്നു. പിടികൂടിയ ശേഷം ഇയാൾക്കെതിരെ ചുമത്തിയത് കൊലപാതക കുറ്റമായിരുന്നു. കൊലപാതക കുറ്റം, ബലാത്സംഗം, മോഷണ ശ്രമം, അതിക്രമിച്ച് കടക്കൽ എന്നിവയൊക്കെ ഇയാൾക്കെതിരെ ചുമത്തിയതാണ്. RPF-ൻ്റെ കേസ് ഇയാൾക്കെതിരെയുണ്ട്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഒരു കേസ് ഇയാൾക്കെതിരെ കിടപ്പുണ്ട്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരാൾ. ഈ ഗോവിന്ദസ്വാമി പുറത്ത് ചാടുമ്പോഴുള്ള പ്രത്യേകത, മറ്റാരെങ്കിലും ഉപദ്രവിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ BNS-ൽ പറയുന്നുണ്ട്, ഇതുപോലെ ഈ റിപ്പീറ്റഡ് സെക്ഷൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാൾ, അത്തരം ആളുകൾക്കെതിരെയുള്ള ശിക്ഷ എന്താണെന്ന് BNS പറയുന്നുണ്ട്. BNS-ൽ പ്രത്യേകമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ജീവിതാവസാനം വരെ തടവാണ് നൽകേണ്ടത് എന്നുള്ളതാണ്. കാര്യം ഇവർ ഈ ക്രൈം പിന്നെയും ചെയ്യും. അവസരം എവിടെ കിട്ടുന്നോ അവിടെ ഇവർ ഈ ക്രൈം ചെയ്തു വെക്കും. ഇപ്പോൾ അവർ പോയ സ്ഥലത്ത് ഇപ്പോൾ അയാൾക്ക് കുറേ നേരം കൂടി, ഇപ്പോൾ ഈ വിനോജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു നടപടി ഇല്ലായിരുന്നെങ്കിൽ, അയാളും ആ ഓട്ടോ ഡ്രൈവറും ഇയാളെ കണ്ടില്ലായിരുന്നെങ്കിൽ, ഇയാൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഓടിക്കയറിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇപ്പോൾ ഞാനൊരു സാഹചര്യം പറയുകയാണ്, അങ്ങനെ സംഭവിക്കാതിരുന്നത് നമ്മുടെ ഭാഗ്യം. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഓടിക്കയറുന്നു, അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളെങ്കിൽ ആ സ്ത്രീ അവിടെ ഉപദ്രവിക്കപ്പെടും. കാര്യം അയാളുടെ മൈൻഡ് അതാണ്. അയാൾ ഒരു കാരണവശാലും തിരുത്താൻ തയ്യാറാത്ത, അയാളുടെ മനസ്സങ്ങനെയാണ്. അയാൾ ഒരിക്കലും തിരുത്താൻ തയ്യാറല്ലാത്ത ഒരാളാണ്. അന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭിക്ഷാടകരായിട്ടുള്ള സ്ത്രീകളെ ഇയാൾ ഉപദ്രവിക്കുമായിരുന്നു. ഭിക്ഷാടകരായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, ഈ റെയിൽവേ പരിസരത്തൊക്കെ കഴിയുന്ന, ഇതര സംസ്ഥാനത്തു നിന്നൊക്കെ വന്ന ഈ ഭിക്ഷാടകരൊക്കെ ആയിട്ട് കഴിയുന്ന, റെയിൽവേയുടെ പരിസരത്ത് ഉള്ള അതേ പുറമ്പോക്കിലൊക്കെ വന്ന് കിടക്കുന്ന സ്ത്രീകളെ ഇയാൾ പിടിച്ചു വലിച്ച് പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുമായിരുന്നു. ഇയാൾക്ക് ഈ പറയുന്ന പോലെ നോർമലി ഒരു ഈ ലൈംഗിക സ്വഭാവമല്ല. ഇയാൾക്ക് അത്തരത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനൊരു ഉപദ്രവം ആവശ്യമാണ്. അതിന് ഇയാൾ പിടിച്ചു വലിച്ച് ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ അന്ന് കഥകളുണ്ടായിരുന്നു. അന്ന് ധാരാളം കഥകൾ അതിനെക്കുറിച്ചൊക്കെ വന്നു. പക്ഷേ അങ്ങനെ ഉപദ്രവിക്കപ്പെട്ട സ്ത്രീകൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ അന്ന് പോലീസിന് സാധിച്ചില്ല. അങ്ങനെ ഉപദ്രവിക്കപ്പെട്ട, അത് ഇയാളെക്കുറിച്ച് അന്ന് വന്ന ബൈറ്റുകളിൽ ഉണ്ടായിരുന്ന കഥയാണ് ഞാനീ പറഞ്ഞത്. ഇങ്ങനെ യാചകരായിട്ടുള്ള ചിലരൊക്കെ ഇയാളെക്കുറിച്ച് പറഞ്ഞു, ഇയാളെ ഞങ്ങൾക്ക് ഭയമാണ്, ഇതുപോലെ രാത്രി കാലങ്ങളിൽ ഇയാൾ വരും, നമ്മുടെക്കൊപ്പമുള്ള സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു. പല നാട്ടുകാരായിരുന്നു വരുന്നു. പിന്നീട് ഈ കേസിൻ്റെ FIR-ലേക്കോ ഒരു പരാതിയുമായിട്ട് എത്താനോ അല്ലെങ്കിൽ അവരെ കണ്ടെത്തിയ ഒരു നടപടിയിലേക്ക് പോകാനോ നമുക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഏതായാലും ഇയാളെ പിടികൂടി, തളാപ്പിലെ ഒരു കിണറ്റിൽ നിന്നാണ് പിടികൂടിയത്. ഇയാളുടെ പദ്ധതി മനസ്സിലായിടത്തോളം ഈ രാത്രി മുഴുവൻ ഈ കിണറ്റിൽ ഒളിച്ചിരുന്നിട്ട് രാത്രിയാകുമ്പോൾ കടന്നു കളയാം എന്നൊരു ധാരണയായിരിക്കാം ഒരു പക്ഷേ ഇയാൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഇയാളുടെ ഒരു അംഗപരിമിതൻ എന്നുള്ള ആ ഒരു പരിമിതി ഇയാൾക്കില്ല. അത്തരം ഒരു കാര്യമില്ല. ആരോഗ്യവശാൽ ഇയാൾക്ക് ആ മതിലൊക്കെ ചാടിക്കടന്ന് പോകുക എന്ന് പറയുന്നത് ഒറ്റ കയ്യിൽ എങ്ങനെ അത് ചാടിക്കടന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമല്ലേ. സാധാരണ ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾക്ക് പോലും, 2 കൈയുമുള്ള ഒരാൾക്ക് പോലും വലിഞ്ഞു കയറി പോകാൻ ഒരു തുണിയൊക്കെ ഉപയോഗിച്ച്, ഇപ്പം പോലീസ് ജയിൽ വകുപ്പ് പറയുന്ന തുണി ഉപയോഗിച്ച് വലിഞ്ഞു കയറി എന്നാണ്. അപ്പോൾ അത്തരത്തിൽ വലിഞ്ഞു കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒറ്റ കയ്യിലൊക്കെ വലിഞ്ഞു കയറുന്നെങ്കിൽ അയാളുടെ ആരോഗ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ. ആ കുട്ടിയോടും അയാൾ ചെയ്തേ അതാണല്ലോ. ആ കുട്ടിയെ മുടിയിൽ വലിച്ചെടുത്ത് കൊണ്ടുവന്ന് ഈ വള്ളത്തോൾ നഗർ എത്തിയ സമയത്തെടുത്ത് ട്രാക്കിലേക്ക് എറിയുകയായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ഇയാൾ നൂർന്നിറങ്ങിയെന്നാണ്. അപ്പോൾ അത്രയധികം കായികക്ഷമത ഉള്ള ഒരാളാണ് അയാൾ. അപ്പോൾ അയാളവിടെ പുറത്തിങ്ങനെ വിലസി നടക്കുക എന്നുള്ളത്, പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത് വളരെ അപകടം ചെയ്യും. അവിടെ പോലീസ് സംവിധാനം എന്തായാലും പിടികൂടും. പോലീസ് സംവിധാനം ഉറപ്പായിട്ടും പിടികൂടും. കാരണം CCTV ദൃശ്യങ്ങൾ, നമുക്ക് CCTV എല്ലാ പരിസരത്തും ഉള്ളതുകൊണ്ട്
എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റില്ല. പക്ഷേ അയാൾ പുറത്തുള്ള ഏതാനും നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ മതി അയാൾക്ക് അടുത്തൊരു അക്രമം ചെയ്യാൻ, അടുത്തൊരു ക്രൈം ചെയ്യാൻ അയാൾക്ക് അത്രയും സമയം മതി. കാരണം ഇത്തരത്തിലൊരു സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അത് ചെയ്യുമെന്നേ, അത് തീർച്ചയായും ചെയ്തിരിക്കും. അയാളുടെ മാനസികാവസ്ഥ അതാണ്. അയാൾ ചിന്തിക്കുന്നതും അതായിരിക്കും, ഞാൻ എന്തായാലും വീണ്ടും പിടിക്കപ്പെടും, എനിക്ക് ജീവിതകാലം മുഴുവൻ എന്നെ ഇവിടുന്ന് പുറത്തു വിടില്ല. അത് അയാൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. ജീവിതകാലം മുഴുവൻ അയാൾ ജയിൽ കിടക്കും. അയാൾക്കെതിരെയുള്ളത് ഇരട്ട ജീവപര്യന്തവും പിന്നീട് അതുപോലെ തന്നെ ഈ മോഷണക്കുറ്റത്തിനുള്ള പ്രത്യേകമായിട്ടുള്ള ശിക്ഷയൊക്കെ ഇനി കിടക്കുകയാണ്. ഇതിൽ 14 വർഷമാണ് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞത്, ഇനിയും കിടക്കുകയാണ് വർഷങ്ങളോളം. അപ്പോൾ അയാൾക്ക് എന്തായാലും അറിയാം, എൻ്റെ ഒരു നല്ല കാലഘട്ടത്തിൽ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇനി ഒന്നും പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല, ഒരു ജീവിതാവസാന ഘട്ടത്തിലായിരിക്കും എന്നെ ഈ സെല്ലിൽ നിന്നും പുറത്തു വിടുക എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വീണ്ടും ഒരു ക്രൈം ചെയ്യാൻ തയ്യാറാവും. എന്നാൽ എന്തായാലും ചെയ്തു, എന്നാൽ പിന്നെ ഒരെണ്ണം കൂടെ ചെയ്തേക്കാം എന്ന് കരുതാൻ സാധ്യതയുണ്ടല്ലോ. ആ ഒരു അവസ്ഥയാണ് ഇന്ന് കേരളം അനുഭവിച്ചത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആ അമ്മ ഒരുപാട് കരഞ്ഞതാണ്, ഈ സൗമ്യയുടെ മാതാവ്. അത് പലവട്ടം നമ്മൾ കണ്ടു. ആദ്യം ഇയാളുടെ ഈ പറയുന്ന പോലെ ആ കുട്ടി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇയാൾ വളരെ ആരോഗ്യവാനായി, ഇയാൾ വളരെ സന്തോഷവാനായി പോലീസിനിടയിൽ കൂടെ നടന്നു പോകുമ്പോഴുള്ള ആ ഒരു ദൃശ്യങ്ങളിലൊക്കെയുള്ള അതൊക്കെ കാണുമ്പോഴുള്ള ആ അമ്മയുടെ അവസ്ഥ. പിന്നീട് 2016 ഇയാളെ സുപ്രീം കോടതി ഇയാളുടെ വധശിക്ഷ റദ്ദാക്കിയപ്പോൾ ആ അമ്മയുടെ കരച്ചിൽ നമ്മൾ കുറേ കണ്ടതാണ്. 2017 കേരള സർക്കാരിൻ്റെ റിവ്യൂ ഹർജി തള്ളിയപ്പോഴും ആ അമ്മ ഒരുപാട് കരഞ്ഞു. ഇപ്പോൾ ഇന്ന് വീണ്ടും അവർ കരയേണ്ടി വന്നു. അത് കരയാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് നമ്മുടെ ജയിൽ വകുപ്പാണ്. ഇന്ന് ബൽറാം കുമാർ ഉപാധ്യായ എന്ന് പറയുന്ന ജയിൽ മേധാവി ആ ജയിൽ സന്ദർശിക്കാതിരിക്കുകയാണ്. ഇന്ന് 10 മണിക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാതിരിക്കുകയാണ് ജയിൽ മേധാവി. അതിനിടയിലാണ് ഒരു പ്രതി രാത്രിയിൽ, അതും ഏറ്റവും വലിയ ക്രൈം ചെയ്തിട്ടുള്ള കേരളം ഒന്നടങ്കം കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് ഇയാൾ. ബാക്കി കൊലപാതക കേസിലെ പ്രതികളൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരുപാട് കിടപ്പുണ്ട്. അത്തരം പ്രതികൾ കിടക്കുമ്പോൾ തന്നെ ഇയാളുടെ ഒരു പ്രത്യേകത, മറ്റു പ്രതികൾ പുറത്തിറങ്ങി, ഇപ്പോൾ മറ്റൊരു കൊലപാതക കേസിലെ ഒരു പ്രതി ചാടി പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെട്ടു പോകുന്ന പ്രതി ആരെങ്കിലും അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അയാൾ തിരിച്ചാക്രമിക്കൂ. വെറുതെ പോയ ഒരാളെ പിടിച്ച് കൊല്ലാൻ അയാൾ നോക്കത്തില്ല. കാര്യം അങ്ങനെയുള്ള പ്രതികൾ ഇല്ല. അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ ആയിരിക്കണം, ഒരു റിപ്പർ ചന്ദ്രനോ ഒക്കെ പോലെയുള്ള ആളുകളാണെങ്കിൽ, ആ ഒരു മാനസികാവസ്ഥ മാറാത്ത ആളുകളാണെങ്കിൽ വേണമെങ്കിൽ ഒരു കൊലപാതകം കൂടെ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു കൊലയാളി എന്തായാലും പുറത്തിറങ്ങി വീണ്ടും ഒരു കൊലപാതകം കൂടി ചെയ്തു വെച്ച് നോക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് ശത്രുത ഉണ്ടായിരിക്കണം, ആരെങ്കിലും കൊല്ലേണ്ട ആളുടെ ഒരു ലക്ഷ്യം, ഒരു ടാർഗറ്റ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം, ഈ ചാർലി തോമസിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ടാർഗറ്റിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് അവസരം ലഭിച്ചാൽ അയാൾ ഒരു റേപ്പിന് തയ്യാറാവും, വീണ്ടും ഒരു ക്രൈം അയാൾ ചെയ്തു വെക്കും. അത് വേണമെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഹെഡ് വാർഡൻ 3 ജൂനിയർ വാർഡന്മാർ, 3 വാർഡന്മാർ 4 പേരെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഈ 4 പേരിൽ എങ്ങനെയാണ് ഇത് ഒതുങ്ങുന്നത്? ബാക്കി അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ എന്ത് പറ്റിയെന്ന് അന്വേഷിക്കേണ്ടേ? എന്ത് പറ്റിയെന്നുള്ളത്, എന്തെങ്കിലും സഹായം, ഇടപെടൽ ആ ഒരു ജയിലിനകത്ത് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ആ ജയിൽ, ഞാൻ പറഞ്ഞല്ലോ, ആ ജയിൽ ഭരിക്കുന്നത് ചില ആളുകളാണ് ആ ജയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അണ്ടറിലാണ് ആ ജയിൽ. ഒട്ടുമിക്ക നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജയിലുകളിലും ഇങ്ങനെ കുറേ ആളുകൾ ഇത് ഭരിക്കാറുണ്ട്. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, ശോഭാ ജോണാണ് ഒരു ജയിൽ ഭരിക്കുന്നതെന്ന്. അത്തരത്തിൽ ചില ജയിലുകൾ ഭരിക്കുന്ന ചില ആളുകളാണ്. അവരുടെ ആരെങ്കിലും സഹായം ഇതിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. മാത്രമല്ല, കമ്പി കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആയുധം അതെങ്ങനെ ഈ സെല്ലിനുള്ളിലേക്ക് പോയി എന്നുള്ളത് അറിയണം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ നമ്മുടെ ജയിലുകളിൽ വലിയ പോരായ്മകൾ സംഭവിക്കുന്നുണ്ട്. ചില ജയിലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നു പ്രതികൾ. അഫാൻ തൂങ്ങി മരിക്കാൻ അഫാന് തുണി കിട്ടുന്നു, ഉടുമുണ്ട് അഫാന് കിട്ടുന്നു തൂങ്ങി മരിക്കാൻ. ഇങ്ങനെ പല പല സംഭവങ്ങളാണ്. ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ ഗോവിന്ദചാമി ചാടിപ്പോയ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഏതായാലും ഗോവിന്ദചാമിക്ക് അവസരം ലഭിച്ചു. ചാടി പോകാനുള്ള അവസരം അവർക്ക് ഉണ്ടായി. ഒന്നുകിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ ആരോ മനഃപൂർവ്വം ഗോവിന്ദചാമിയെ പുറത്തു വിടാനുള്ള ഒരു തീരുമാനം ആർക്കോ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഉദ്ദേശത്താൽ ഗോവിന്ദചാമി പുറത്തു പോകേണ്ടതിൻ്റെ ആവശ്യകത ആർക്കും അവിടെ ഉണ്ടായിരിക്കണം. അതിനുള്ള
സഹായം അയാൾ ചെയ്തു കൊടുത്തിട്ടും ഉണ്ടാവണം എന്ന് വേണം വിലയിരുത്താൻ. ഇല്ലെങ്കിലൊന്നും സെല്ലിൽ ഇല്ലെങ്കിൽ അല്ലാതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും 2 യുവതികൾ ചാടിപ്പോയത് വേസ്റ്റ് വാരിയിട്ടാണ്. വേസ്റ്റ് നിറഞ്ഞ് വന്നപ്പോൾ മതിലിന് ഏതാണ്ട് പകുതി പൊക്കമായി. പിന്നെ അവർക്ക് ചാടിപ്പോയാലോ, അവരങ്ങനെയാണ് ചാടിപ്പോയത്. സെല്ലിൻ്റെ കമ്പി അർത്ഥമൊന്നുമല്ല ചാടിയത്, ഈ രീതിയിലൊന്നുമല്ല ചാടിയത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സംഭവമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശരി.